പപ്പു ഗാന്ധിയുടെ അവസ്ഥ ശത്രുക്കൾക്ക് പോലും വരുത്തരുത് എന്നാണ് ഇപ്പോൾ എൻ്റെ പ്രാർത്ഥന. കാരണം ഇപ്പോൾ വോട്ട് ചോരി എന്നും പറഞ്ഞ് വലിയ ബഹളം രാഹുൽ ഗാന്ധി ഉണ്ടാക്കുന്നുണ്ടല്ലോ. രാഹുൽ ഗാന്ധിക്ക് വോട്ട് കൊള്ള എന്ന് പറയുന്ന ഈ പ്രചാരണം നടത്താൻ കണക്കുണ്ടാക്കി കൊടുത്തത് സഞ്ജയ് കുമാർ എന്ന് പറയുന്ന CSDS എന്ന് പറഞ്ഞ ഏജൻസിയുടെ കോ-ഫൗണ്ടറാണ്. ആ ഏജൻസിയാണ് ഈ ഡാറ്റ മുഴുവൻ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം ഇന്ന് പറഞ്ഞിരിക്കുന്നു, ട്വീറ്റിട്ട് പറഞ്ഞിരിക്കുന്നു, പറ്റിപ്പോയി, അബദ്ധം പറ്റി, എനിക്ക് കണക്കെല്ലാം തെറ്റിപ്പോയി. 2024 ലോകസഭാ മണ്ഡലത്തിലെ കണക്കെന്നും പറഞ്ഞ് എൻ്റെ ടീം എടുത്തത് മുഴുവൻ അസംബ്ലി മണ്ഡലത്തിലെയാണ്. തെറ്റുപറ്റി, ഞാൻ എല്ലാ ഡാറ്റയും റിമൂവ് ചെയ്യുന്നു. ഈ CSDS-ന്റെ പ്രധാനപ്പെട്ട ഗവേഷകനാണ് ഇയാള്, കോ-ഫൗണ്ടർ സഞ്ജയ് കുമാർ, സെഫോളജിസ്റ്റ്, തെരഞ്ഞെടുപ്പ് ശാസ്ത്രജ്ഞൻ. ഈ സെന്റർ ഫോർ ഡെവലപ്പിംഗ് സൊസൈറ്റി CSDS അത് യോഗേന്ദ്ര യാദവ് എല്ലാം കൂടി ഉണ്ടാക്കിയ ഒരു സെഫോളജി സ്ഥാപനമാണ്. ഈ CSDS-ന്റെ ഗവേഷകരെയാണ് ഈ ഹിന്ദുവിനെ പോലുള്ള പത്രങ്ങളൊക്കെ സാധാരണ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആശ്രയിക്കുന്നതും ഉപയോഗിക്കുന്നതും. അപ്പൊ അവര് പലപ്പോഴും ഈ എക്സിറ്റ് പോൾ ഇങ്ങനത്തെ സാധനങ്ങൾ മുഴുവൻ പൊട്ടത്തെറ്റായി പോവാറുണ്ടല്ലോ. അത് മുഴുവൻ ഈ സഞ്ജയ് കുമാർ ചെയ്തു കൊടുക്കുന്നതായിരിക്കും. ഇതുപോലത്തെ ഇയാളും രാഹുൽ ഗാന്ധിയെ പോലെ തന്നെ ഒരു പൊട്ടനാണെന്നാണല്ലോ ഇതിന്റെ അർത്ഥം വ്യക്തമാകുന്നത്. ഇയാളിപ്പം 3 വാചകത്തില് ഞാൻ എൻ്റെ ഇതുവരെയുള്ള ട്വീറ്റുകളൊക്കെ ഡിലീറ്റ് ചെയ്യുന്നു, എനിക്ക് അബദ്ധം പറ്റി, എന്റെ ടീമിൻ ഡാറ്റ മാറിപ്പോയി, ഡാറ്റ തെറ്റിപ്പോയി. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെയും പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെയും ഡാറ്റകൾ കണക്കാക്കിയപ്പോ തെറ്റിപ്പോയി, കമ്പയർ ചെയ്തപ്പോ താരതമ്യം ചെയ്തപ്പോ തെറ്റിപ്പോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഒരു വാചകത്തിൽ പറഞ്ഞങ്ങനെ തീർക്കാൻ പറ്റില്ലല്ലോ. കാരണം രാഹുൽ ഗാന്ധി കർണാടകയെ പറ്റി പറയുന്നത് അതിന്റെ പ്രിമൈസ് തന്നെ തെറ്റാണെന്ന് നമ്മൾ എപ്പോഴും പറയാതെ ആധാരം. കാരണം ഇയാൾ പറഞ്ഞത് 7 സ്ഥലത്ത് മഹാദേവപുര ഉൾപ്പെടെ എല്ലായിടത്തും ലീഡുണ്ടായിരുന്നു. മഹാദേവപുരം ഒഴിച്ച് ബാക്കി എല്ലായിടത്തും 8 മണ്ഡലം, നിയമസഭാ മണ്ഡലം, ഇങ്ങനത്തെ കണക്ക് മുഴുവൻ ഈ സഞ്ജയ് കുമാർ ഈ കണക്ക് മുഴുവൻ ഉണ്ടാക്കിയിട്ട് അവസാനം ഈ കോടതി വിധിയിൽ അവസാനം ഓപ്പറേറ്റിംഗ് പാർട്ട് ഉണ്ടാവില്ലേ എന്ന് പറഞ്ഞ പോലെ ഒരു സാധനം എഴുതി കൊടുത്തിട്ടുണ്ട് രാഹുൽ ഗാന്ധിക്ക്. അതാണ് രാഹുൽ ഗാന്ധി മൊത്തം വോട്ടർമാരുടെ എണ്ണം കോൺഗ്രസിന്റെ വോട്ടൊക്കെ ആയിട്ട് പറഞ്ഞില്ലേ. ഇനി ഇയാൾ ഡിലീറ്റ് ചെയ്ത ട്വീറ്റുകൾ ഉണ്ടല്ലോ ഈ സഞ്ജയ് കുമാർ, അതിൽ നിന്ന് ഞാൻ 1-2 ഉദാഹരണം പറയാം. ഇയാൾ എന്താണ് പറഞ്ഞിരുന്നത് എന്ന്. ഇയാൾ നാസിക് മണ്ഡലം, നാസിക് വെസ്റ്റ്, ഈ നാസിക് വെസ്റ്റില് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് 47.38% വോട്ടർമാർ കൂടി എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ ഹിംഗ്ന മണ്ഡലത്തില് 43.08% വോട്ടർമാർ കൂടിയെന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വന്നപ്പോ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടായിരുന്നതിനേക്കാൾ 50% വോട്ടർമാർ. ഈ കണക്ക് വെച്ചിട്ടാണ് രാഹുൽ ഗാന്ധി പൊലമ്പിക്കൊണ്ടിരുന്നത് ഈ കാലം മുഴുവൻ. ഈ കണക്ക് വെച്ചിട്ടാണ് രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ടിരുന്നത് വൈകുന്നേരം 6 മണിക്ക് ശേഷം 76 ലക്ഷം പേര് വോട്ട് ചെയ്തു. മുഴുവൻ പോഴം കണക്കുകൾ വെച്ചിട്ടാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം വോട്ടർമാർ 50% കൂടിയല്ലോ ഇയാളുടെ തലത്തിൽ കണക്കില്. അതനുസരിച്ചിട്ടാണല്ലോ ഇയാൾ വോട്ടർമാരുടെ എണ്ണം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ടോട്ടൽ വോട്ടർമാർ 50% കൂടിയിട്ടുണ്ട് ഇയാളുടെ കണക്കില്. അതെ. എന്നിട്ട് അത് വെച്ചിട്ട് അയാള് ഒരു ഫിഗർ ഉണ്ടാക്കുകയാണ്. ഈ മറ്റേ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞ വോട്ടും. ഇയാളുടെ വേറൊരെണ്ണം ഞാൻ നോക്കുമ്പോ റാംടെക് മണ്ഡലം നമ്പർ 59, അതില് 2024 ലോക്സഭ കാലത്തെ വോട്ടർമാര് 46,203, അസംബ്ലി കാലത്ത് 2,46,203, അസംബ്ലിയിൽ 2,86,931. ഇയാളുടെ കണക്കില. ഒന്ന് ആലോചിച്ചു നോക്കൂ. 46,000 പേരുണ്ടായിരുന്നിടത്ത് 2,86,000 പേര് അസംബ്ലിയിൽ വോട്ട് ചെയ്തു എന്ന് ഇയാൾ കണക്കുണ്ടാക്കിയിരിക്കുക ഇയാളുടെ കണക്കില്. എന്നിട്ട് ഇയാൾ പറയാണ് മരിച്ചവര് അവിടെ 1,79,272 -38.45%.
ഈ മരിച്ചവരെ അത്രയും പേര് മരിച്ചിട്ടുണ്ടായിരുന്നു, -38.45% ആണെന്ന്. പിന്നെ ദേവ്ലാല മണ്ഡലം ഇയാൾ പറയാണ് 2024 കണക്ക് ലോക്സഭയിൽ 4,56,072, അസംബ്ലിയിൽ 2,88,141. അവിടെ കുറച്ചിരിക്കുകയാണ് അസംബ്ലിയിൽ വരുമ്പോൾ. മരിച്ചവർ എന്ന് പറഞ്ഞിട്ട് 1,67,931 പേര്, 36.848% ആളുകളെ എടുത്ത് കളഞ്ഞു എന്ന് ഇയാളുടെ കണക്ക്. ഇങ്ങനെയാണ് ഇയാൾ കണക്കുണ്ടാക്കിയിരിക്കുന്നത്. ഒരു മണ്ഡലത്തിൽ ലോക്സഭ കഴിയുമ്പോൾ നിയമസഭ വരുമ്പോഴേക്കും 38%, 40% ആളുകൾ മരിച്ചുപോയി. അങ്ങനെ കുറച്ചിരിക്കുന്നു. ഇത് BJPക്ക് ജയിക്കാൻ വേണ്ടിയിട്ടാണ് ആ മരിച്ചു എന്ന് പറഞ്ഞ് കാൽക്കുലേറ്റ് ചെയ്തൊക്കെ കോൺഗ്രസ്സുകാരാണ്. ഇങ്ങനെയാണ് ഈ ഒരു തിരക്കഥ ഉണ്ടാക്കി ഇയാൾ വെച്ചിരിക്കുന്നത്. ഇത് എന്തൊരു തട്ടിപ്പാണ് ഇത്. നമ്മളൊക്കെ ആദ്യമേ ഇത് പറയുന്നുണ്ട്. അല്ല, എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇത് ഇലക്ഷൻ കമ്മീഷനും സീരിയസ് ആയിട്ട് എടുത്തു. ഈ രാഹുൽ ഗാന്ധിക്ക് 7 ദിവസത്തെ ടൈം ലിമിറ്റ് സമയം കൊടുത്തു. 7 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പണി വരികയാണ്. അത് കണ്ടിട്ട് അബദ്ധം പറ്റി എന്ന് പറഞ്ഞ് ഇയാൾ ഒരു മുൻകൂർ ജാമ്യം എടുത്ത് ഊരിയിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി രക്ഷപ്പെടുത്തിയിരിക്കുകയാണ്. എനിക്ക് തെറ്റുപറ്റിയതാണ്, രാഹുൽ ഗാന്ധി മാന്യനാണെന്ന് പറയുകയാണ് ഇയാള്. അതെ അതെ, അതെങ്ങനെയാണ് അങ്ങനെ വന്നാലും ഇയാള് നിയമ നടപടി ഒഴിവാകത്തില്ല. ഇല്ല, വ്യാജ ഡാറ്റ ഉണ്ടാക്കി ഇയാളും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സുനിൽ ഒരു വ്യാജരേഖ ഉണ്ടാക്കി എനിക്ക് തന്നിട്ട് ഞാൻ ഈ വ്യാജരേഖ കൊണ്ട് എവിടെയെങ്കിലും സമർപ്പിച്ചാൽ സുനിലും കുറ്റവാളിയാണ്, ഞാനും കുറ്റവാളിയാണ്. രാഹുൽ ഗാന്ധി ഇതിൽ നിന്ന് എങ്ങനെയാണ് തടിതപ്പുന്നതും രക്ഷപ്പെടുത്തുന്നതും? അയാളല്ലേ ഇത് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഇതിന് ജനപ്രാതിനിധ്യ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട് അണ്ടർ ഓത്ത് മോനെ നീ താ. ഇതല്ലേ ഇലക്ഷൻ കമ്മീഷൻ സത്യമല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്? എന്നും ഇപ്പൊ പറഞ്ഞെന്താന്ന് വെച്ചാൽ ഇയാൾ കൊണ്ടുപോയി അങ്ങനെ കൊടുക്കില്ല. കാരണം ഇയാൾക്ക് തന്നെ ഇയാൾ പറഞ്ഞിരിക്കുന്ന കള്ളക്കണക്കാന്ന് അറിയാം. ഫസ്റ്റ് ഡേ തന്നെ തെറ്റിപ്പോയി, മഹാദേവപുര തെറ്റിപ്പോയി എന്നുള്ളത് അന്ന് തന്നെ രാഹുൽ ഗാന്ധി മനസ്സിലാക്കിയിട്ടുണ്ട്. കോൺഗ്രസ്സുകാരും കർണാടകയിൽ നിന്നുള്ള കോൺഗ്രസ്സുകാരെങ്കിലും പറഞ്ഞു കാണും. പറഞ്ഞിട്ടുണ്ട്. BJP അവിടെ മുഴുവൻ പോയി അന്വേഷിച്ച് കണ്ടുപിടിച്ച കാര്യങ്ങളും പറഞ്ഞാണല്ലോ. കാരണം ഈ പറഞ്ഞ ആളുകൾക്ക് 4 സ്ഥലത്ത് വോട്ട് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ലക്നൗ 4 സ്ഥലത്ത് പൊട്ട സാർ. അതായത് 7 കോൺഗ്രസിന് ലീഡ്, ഒറ്റ സ്ഥലം കൊണ്ട് മഹാദേവപുരം കൊണ്ട് മാത്രം BJP ജയിച്ചു എന്നുള്ളത് തെറ്റാണ്. അത് തെറ്റാണ്. ശരിക്കും നോക്കുകയാണെങ്കിൽ 5 സ്ഥലത്ത് 4 എന്ന് പറഞ്ഞു. ശരിക്കും നോക്കണ്ട, വെറുതെ നോക്കിയാൽ മതി, അസംബ്ലി എടുത്ത് നോക്കിയാൽ മതി. നമുക്കൊക്കെ അറിയാവുന്ന കണക്കാ. 3 തവണ അവിടെ മുസ്ലിം സ്ഥാനാർത്ഥിയാണ്, ഹിന്ദു ധ്രുവീകരണമാണ് ഉണ്ടായതെന്ന് നമുക്കറിയാം. മഹാദേവപുരം അതിപ്പോ കോൺഗ്രസ്സുകാർ സിദ്ധരാമയ്യയും ഒക്കെ വിളിച്ചു പറഞ്ഞു കാണും, മണ്ടത്തരാണ് കേട്ടോ, അബദ്ധമാണ്. ഖാർഗെ വരെ പറഞ്ഞു കാണും, തെറ്റാണ്, ബാംഗ്ലൂർ സെൻട്രൽ ഇങ്ങനെയല്ല. അതുകൊണ്ടാണ് ഇത് തുടക്കത്തിലേ തെറ്റിപ്പോയി എന്നറിയാവുന്നത് കൊണ്ടാണ് ഒരു ഓത്ത് എഴുതി കൊടുക്കാത്തത്. അവിടെ 3 കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ PC മോഹന ജയിച്ചിരിക്കുന്നത്. BJP തന്നെയാണ് അവിടെ ജയിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ ഒരു സ്ട്രോങ് കോട്ടയാണത്. സത്യത്തിൽ രാഹുൽ ഗാന്ധി ഇപ്പോ നിരുപാധികം രാജ്യത്തോട് മാപ്പ് പറയേണ്ട ആളാണ്. മാപ്പ് പറഞ്ഞിട്ട് ഈ വോട്ട് തണ്ടൽ യാത്ര പിൻവലിച്ച് അയാൾ വേറെ എന്തെങ്കിലും പണിയെടുക്കണം. ഈ നമ്മുടെ ആ സുവർണ ക്ഷേത്രത്തിലൊക്കെ ആണെങ്കിൽ ചെരുപ്പ് തുടയ്ക്കുന്ന ജോലി കൊടുക്കും. ഈ ഇത്തരം പണിയൊക്കെ ചെയ്യേണ്ട ആളാണ് ഈ രാഹുൽ ഗാന്ധി. പക്ഷെ ഇന്ന് രാവിലെ 10:40 മറ്റുമാണ് ഈ ട്വീറ്റ് വന്നിരിക്കുന്നത്. ഇയാൾ നിരുപാധികം ഞാനതെല്ലാം പിൻവലിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. രാവിലെ ഓഗസ്റ്റ് 2025 ഓഗസ്റ്റ് 19 രാവിലെ 9:31 ഇയാൾ ഈ സഞ്ജയ് കുമാർ തനിക്ക് തെറ്റുപറ്റി, തൻ്റെ ടീമിന് ഡാറ്റ തെറ്റിപ്പോയി, അതുകൊണ്ട് നിരുപാധികം മാപ്പ് ചോദിക്കുന്നു, ആരെയെങ്കിലും ഇത് തെറ്റിദ്ധരിപ്പിക്കാൻ വ്യാജ പ്രചാരണം നടത്താൻ എനിക്ക് ഉദ്ദേശമില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് നമ്മുടെ കേരളത്തിലെ ഉൾപ്പെടെ ഒരു മാധ്യമത്തിലും വാർത്ത വന്നില്ല. നാഷണൽ ചാനലുകൾ ചെറുതായിട്ട് ഈ സഞ്ജയ് കുമാർ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ രാഹുൽ ഗാന്ധി ഈ വോട്ടർമാരോട് മൊത്തം മാപ്പ് പറയണം. കാരണം ഇപ്പോ RJDയുടെ ചെലവിൽ ബീഹാർ മനോരമയുടെ റിപ്പോർട്ടിൽ തന്നെ RJD പ്രവർത്തകരാണ് എല്ലായിടത്തും കാണുന്നത്. കോൺഗ്രസ് ഇല്ല. പിന്നെ കുറച്ച് മുസ്ലിം വോട്ടുകൾ അവിടുന്ന് ഇവിടുന്ന് തടുത്തു കൂട്ടാം. മഹാദേവപുര തന്നെ നോക്കാം, 3 തവണ അവിടെ മുസ്ലിം സ്ഥാനാർത്ഥിയാണ് കോൺഗ്രസ് നിർത്തിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഹിന്ദു വോട്ട് ഇനി ഇവിടെ കിട്ടില്ല, അവിടെ കുറച്ച് മുസ്ലിം വോട്ട് അവിടുന്ന് ഇവിടുന്നും കിട്ടുമെന്ന് നോക്കുകയാണ്. അതിന്റെ കൂടെ കുറെ സുഡാപ്പി ചാനലുകൾ, ഇങ്ങനത്തെ കുറെ ആളുകളും കൂടി ചേരും.
ഏതായാലും ഈ വാർത്ത ഇത് കണക്കുണ്ടാക്കി കൊടുത്ത ആളുകൾ തന്നെ കണക്ക് തെറ്റിപ്പോയി, ഞാൻ പിൻവലിക്കുന്നു, ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്ന് പറഞ്ഞത് ഏതായാലും കേരളത്തിലെ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യത്തില്ല, കേരളത്തിലെ ചാനലുകൾ കാണിക്കത്തുമില്ല. ഇത് മറ്റ് റിവിഷൻ ഉണ്ടല്ലോ, ബീഹാറിലെ റിവിഷനെ പറ്റി ഇവർ പറയുന്നത് ഇതുപോലെ തന്നെ പോഴത്തരമാണ്. അയാൾ പറഞ്ഞ, രാഹുൽ ഗാന്ധി പറഞ്ഞ ന്യായങ്ങൾ വെച്ച് തന്നെ ഇത്തരം റിവിഷൻ ഇന്ത്യ ഒട്ടാകെ നടക്കേണ്ടതാണ്. കാരണം 2 സ്ഥലത്തുള്ളത് 4 സ്ഥലത്തുള്ളത് ഒക്കെ ഒഴിവാക്കണം, എല്ലാം ഒഴിവാക്കണം. ആ ഒഴിവാക്കുന്ന പണിയാണല്ലോ ബീഹാറിൽ നടക്കുന്നത്. അയാൾ ബീഹാറിൽ ഈ യാത്ര നിർത്തിവെച്ചിട്ട് ഈ ഇന്റൻസീവ് റിവിഷൻ അതിനെ സപ്പോർട്ട് ചെയ്യുക, ഈ ചെയ്ത വൃത്തികേടിനൊക്കെ മാപ്പ് പറയാ, പോയി ആ സുവർണ ക്ഷേത്രത്തിൽ സോണിയയുടെ മകനല്ലായിരിക്കണം. കാരണം ഇന്ത്യയെ ഒറ്റിക്കൊടുക്കാൻ വന്ന ഒരു സ്ത്രീയുടെ മകനല്ലേ. ആ സിന്ധു നദീതട കരാറില്ലേ, സിന്ധു നദീജല കരാർ, അതിനെപ്പറ്റി ആർക്കൈവ്സ് മെറ്റീരിയൽ വന്നിട്ടുണ്ട്. പാർലമെന്റ് അറിയിക്കാതെയാണ് നെഹ്റു വന്ന് ഇന്ത്യയെ ഒറ്റിയത്. ഇന്ത്യ ഒറ്റിയെന്ന് മാത്രമല്ല, 83 കോടി രൂപ പാകിസ്ഥാൻ അങ്ങോട്ട് കൊടുക്കുകയും ചെയ്തു. ഒറ്റിയതിന് പുറമെ അങ്ങോട്ട് സമ്മാനവും. അന്ന് 83 കോടി രൂപ നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ രാജ്യം ഉണ്ടായിട്ടല്ലേ ഉള്ളൂ. അതെ അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.